മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ശരീരം അനക്കാൻ പോലും കഴിയാതെ കിടക്കുന്നവരും അണുബാധ ഭീഷണിയുള്ളവരും എക്സ്റേ എടുക്കണമെങ്കിൽ 3 നില ഇറങ്ങണം. 8 ലക്ഷം രൂപ ചെലവിട്ട് വാങ്ങിയ 4 മൊബൈൽ എക്സ്റേ യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ ടെക്നീഷ്യന്മാരില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ട് നൽകുന്ന വിശദീകരണം. വലതുകാലിന് അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞ 16-കാരൻ 2 ആഴ്ച അനങ്ങാൻ പാടില്ലെന്നാണ് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം. പക്ഷേ എക്സ്റേ എടുക്കണമെങ്കിൽ അനക്കിയേ പറ്റൂ. 2ാം നിലയിലെ ICUവിൽ നിന്ന് താഴെ ഇറങ്ങണം എക്സ്റേ എടുക്കാൻ. ഇത്രയും ദൂരം സ്ട്രക്ചർ തള്ളേണ്ടതാകട്ടെ കൂട്ടിരിപ്പുകാരും. അപകടത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല അണുബാധ ഭീഷണിയുള്ളവർക്കും പുറത്തിറങ്ങാതെ നിവൃത്തിയില്ല. 4 മൊബൈൽ എക്സ്റേ യൂണിറ്റുകളിൽ 3 എണ്ണവും പ്രവർത്തനരഹിതം. പ്രവർത്തിക്കുന്ന ഒരെണ്ണം ചലിക്കണമെങ്കിൽ രോഗി വല്ല VIP-യോ രാഷ്ട്രീയക്കാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ ബന്ധു കൂടിയാവണം. ധന്വന്തരി കേന്ദ്രത്തിനാണ് 2 എണ്ണത്തിന്റെ നടത്തിപ്പ് ചുമതല. ഒരെണ്ണം വർക്ക് ചെയ്യുന്നതിൽ തന്നെ കഴിഞ്ഞ എത്രയോ മാസക്കാലമായി അതും ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുകയാണ്. അതിനവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ അറ്റൻഡർ ഇല്ലെന്നാണ് പറയുന്നത്. ഒരു അറ്റൻഡർ ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ രോഗികൾ ഇത്രയധികം ദുഃഖം അനുഭവിക്കേണ്ടത്. എക്സ്റേ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ ടെക്നീഷ്യന്മാരെ കിട്ടുന്നില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. മോഹൻദാസ് പറഞ്ഞു. ടെക്നീഷ്യനുള്ള ഒരെണ്ണം ICUവിൽ തള്ളിയെത്തിക്കാനാകട്ടെ അറ്റൻഡറും ഇല്ല. എന്തിനും ഏതിനും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്ന മെഡിക്കൽ കോളേജിൽ എക്സ്റേ ടെക്നീഷ്യന്മാരെ കണ്ടെത്താൻ മാത്രം കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് പക്ഷേ മറുപടിയുമില്ല. ക്യാമറാമാൻ ജോർജ് തോമസിനൊപ്പം ആശാ ജാവേദ്, മനോരമ ന്യൂസ്.